സുന്ദൻ എന്ന അസുരന് താടകയിൽ ജനിച്ച മക്കളാണ് മാരീചനും സുബാഹുവും. വിശ്വാമിത്ര മഹർഷിയോടൊപ്പം യാഗരക്ഷയ്ക്കായി വന്ന രാമലക്ഷ്മണന്മാരിൽ രാമബാണമേറ്റ് സുബാഹു മരണപ്പെട്ടതിനു ശേഷം തന്റെ ദുഷ്പ്രവൃത്തികളെല്ലാം നിർത്തി രാമഭക്തനായ തപസ്വിയായി മാരീചൻ സമുദ്രതീരത്തെ ആശ്രമത്തിൽ കഴിയുന്ന കാലം. രാമലക്ഷ്മണന്മാരെ സീതയിൽ നിന്ന് അകറ്റാൻ സ്വർണഹരിണമായി ചെല്ലാൻ രാവണൻ തന്റെ അമ്മാവനായ മാരീചനോട് ആവശ്യപ്പെട്ടു. രാക്ഷസന്റെ വാളിനിരയായി നരകത്തിൽ പതിക്കുന്നതിലും നല്ലത് രാമസായകമേറ്റ് മുക്തി നേടുന്നത് തന്നെ എന്ന് ആശ്വസിച്ച മാരീചൻ സ്വർണവർണ്ണത്തിൽ പൂണ്ട വെള്ളപ്പുള്ളികളുള്ള മാനായി ആശ്രമ സമീപത്തെത്തി. സീത പർണശാലയുടെ മുറ്റത്ത് നിന്ന് പൂജയ്ക്കായി പൂക്കൾ ശേഖരിക്കുകയായിരുന്നു. ആ സമയത്ത് സ്വർണവർണ്ണത്തിൽ പൂണ്ട മാൻ ഓടിച്ചാടി കളിച്ചുകൊണ്ട് സീതാദേവിയുടെ അടുത്തെത്തി. അപൂർവമായ ആ മാനിന്റെ ഭംഗി കണ്ട് സീതാദേവി ആകർഷിക്കപ്പെട്ടു. വിലാസഗതികളോടെ ഇണക്കമുണ്ടെന്ന് തോന്നിക്കും വിധം ആ മാൻ സീതാദേവിയുടെ അടുത്തു വന്നു നിന്നു. സീത അതിനെ പിടിക്കാൻ ശ്രമിച്ചു. എന്നാൽ പിടികൊടുക്കാതെ അത് കുറച്ചു ദൂരത്തേക്ക് മാറി നിന്നു. ഏറെ ശ്രമിച്ചിട്ടും മാനിനെ പിടിക്കാൻ പറ്റാതായപ്പോൾ സീത ആവശ്യപ്പെട്ട പ്രകാരം രാമൻ മാനിനെ പിടിക്കാൻ പുറപ്പെട്ടു. മാനാകട്ടെ പിടികൊടുക്കാതെ ഏറെ ദൂരം പോയി. പർണശാലയുടെ വളരെ ദൂരം വരെയും സ്വർണമാൻ രാമനെ ആകർഷിച്ചു കൊണ്ടുപോയി. ലോകത്തിൽ പൊന്മാനുകൾ ഉണ്ടാവുകയില്ല എന്ന് ശ്രീരാമന് അറിയായികയല്ല. ഒന്നിനോടും ഭ്രമമില്ലാത്ത സീതയ്ക്ക് പൊന്മാനെ കിട്ടിയാൽ കൊള്ളാമെന്ന് തോന്നിയതും ചിന്താശീലനായ രാമൻ മറ്റൊന്നും ചിന്തിക്കാതെ പൊന്മാനെ പിടിക്കാൻ ഇറങ്ങി തിരിച്ചതും വിനാശകാലത്ത് മനുഷ്യനുണ്ടാവുന്ന വിപരീത ബുദ്ധിയെ സൂചിപ്പിക്കുന്നു. ആ മാൻ രാക്ഷസനായ മാരീചനാണെന്ന് മനസ്സിലാക്കിയ രാമൻ ആ മാനിനെ അമ്പെയ്തു. രാമബാണമേറ്റ മാരീചൻ മരിക്കുന്നതിന് മുൻപ് രാമന്റെ ശബ്ദത്തിൽ ലക്ഷ്മണന്റെ പേര് വിളിച്ച് ഉറക്കെ കരഞ്ഞു. ഇത് കേട്ട് പരിഭ്രാന്തയായ സീത രാമനെ അന്വേഷിച്ചു പോവാൻ ലക്ഷ്മണനോട് ആവശ്യപ്പെട്ടു. സീതയുടെ പരിഭ്രാന്തി കണ്ട് ഗത്യന്തരമില്ലാതെ ലക്ഷ്മണൻ രാമനെ അന്വേഷിച്ചു പോവാൻ ഒരുങ്ങി. പോകുന്നതിന് മുൻപ് ലക്ഷ്മണൻ പർണശാലയ്ക്ക് ചുറ്റും ഒരു ലക്ഷ്മണ രേഖ വരയ്ക്കുകയും ഒരു കാരണവശാലും താനും ജ്യേഷ്ഠനും തിരികെ വരുന്നതിന് മുൻപ് ഈ ലക്ഷ്മണ രേഖ ബന്ധിച്ച് പുറത്തു വരരുത് എന്ന് പറയുകയും ചെയ്തു. ലക്ഷ്മണൻ പോയ ആ തക്കം നോക്കിയാണ് രാവണൻ ഒരു മഹർഷിയുടെ രൂപമെടുത്ത് സീതാദേവിയുടെ അടുത്ത് വന്ന് ഭിക്ഷ യാചിക്കുന്നതും ശേഷം സീതാദേവിയെ പർണശാലയിൽ നിന്ന് തട്ടിക്കൊണ്ടുപോകുന്നതും.